ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ. സോ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും R15 ആണ്. സോ R15യുടെ V3 V4 ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് V3 V4ൻ്റെയും ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഡിസൈനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട് ഫേസ് അതുപോലെ കളേഴ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഭംഗിയുള്ള ലുക്കാണ്, പക്ഷേ രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്സാണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി V4നൊക്കെ ഏറ്റവും പുതിയ R1ൻ്റെ ഒരു ഫെയറിംഗ് കണക്കാണ് കൊടുത്തിരിക്കുന്നത്. V3 നോക്കുമ്പോൾ തന്നെ രണ്ട് സ്പ്ലിറ്റായ രീതിയിലുള്ള ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുള്ളത്. സെൻറ്ററിൽ ഒരു ചെറിയ ഒരു എയർ ഡാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ V4 നോക്കുമ്പോൾ തന്നെ DRLs വന്നിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. എടുത്തു പറഞ്ഞ മാറ്റം വന്നിട്ടുള്ളത് രണ്ടും 155cc ആണ്, ലിക്വിഡ് കൂൾഡ് 4-stroke എഞ്ചിനാണ് വന്നിട്ടുള്ളത്, ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ V4 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 18.4 bhp at 10,000 rpm. അതുപോലെ തന്നെ V3 പ്രൊഡ്യൂസ് ചെയ്യുന്നത് 18.6 bhp ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ V4ന് USG 4K വന്നിട്ടുള്ളത്. നമ്മുടെ V3ക്ക് ടെലസ്കോപ്പിക് 4K വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡയമെൻഷൻസ് വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒക്കെ ഏകദേശം ഐഡന്റിക്കൽ ആണ്. പിന്നെ V4ന് ട്രാക്ഷൻ കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ രണ്ടിലും ഡുവൽ ചാനൽ ABS വന്നിട്ടുള്ളത്. പിന്നെ സാഡിൽ ഹൈറ്റ് ഒക്കെ രണ്ടിനും വന്നിട്ടുള്ളത് 815 mm ആണ്. അത് ഏകദേശം രണ്ടിൻ്റെയും സെയിം ആണ്. പിന്നെ V3ൻ്റെ ഒക്കെ സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ V4ൻ്റെ നോക്കുമ്പോൾ തന്നെ ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ V4ലും ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുമ്പോൾ തന്നെ സീറ്റിംഗ് പൊസിഷൻ V4നാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആയിരിക്കുന്നത്. നമുക്ക് V4ൻ്റെ സീറ്റിംഗ് പൊസിഷൻ അടിപൊളി ഉള്ളത്. അതുപോലെ നമുക്ക് രണ്ടിൻ്റെയും ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുമ്പോൾ തന്നെ 11 ലിറ്റർ ആണ്. പിന്നെ V3ൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് ഏകദേശം 136 കിലോമീറ്ററും V4ൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 140 കിലോമീറ്ററാണ് അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് വെയിറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 141 കിലോഗ്രാമാണ് വെയിറ്റ്സ് വന്നിരിക്കുന്നത്. രണ്ടിനും 17 ഇഞ്ച് വീൽസ് വന്നിരിക്കുന്നത്. V4ന് സ്പ്ലിറ്റ് സീറ്റ്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ രണ്ടിനും ഡുവൽ ചാനൽ ABS ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് V4നൊക്കെ വന്നിരിക്കുന്നത് 100/80 17 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് വണ്ടിക്കും റിയറിൽ മോണോക്രോസ് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ മീറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഏകദേശം രണ്ടിനും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്ലിപ്പർ ക്ലച്ച് നമുക്ക് രണ്ട് വണ്ടിയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ V4ന് കുറച്ച് 3 റൈഡിംഗ് മോഡ്സ് കാണാനെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് V4 ഒക്കെ ഏകദേശം 45 km/ലിറ്റർ മൈലേജ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ V3 ഏകദേശം 40 ഒക്കെയാണ് പറയുന്നത്. ടോർക്കൊക്കെ V4 നോക്കുമ്പോൾ തന്നെ 14.2 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. V3ക്കും 14.2 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അറ്റ് 7,500 rpm ആണ്. അതുപോലെ തന്നെ V4ൻ്റെ മീറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. പിന്നെ ടെയിലൈറ്റ്സ് ഒക്കെ V4 നോക്കുമ്പോൾ ടെയിലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ കോൾ അലേർട്സ്, മെസ്സേജ്, അങ്ങനത്തെ കുറേ ആപ്പ് വെച്ച് കണക്ട് ചെയ്യാനുള്ള കണ്ടമാനം നമുക്ക് ഇൻഫോർമേഷൻസ് ഒരു ഇൻക്ലൂഡഡ് ആയിട്ടൊരു മീറ്ററാണ് V4ൽ വന്നിരിക്കുന്നത്. പിന്നെ V3 നോക്കുമ്പോൾ തന്നെ V3യിലും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ V3യുടെ വെയിറ്റ് വരുന്നത് 142 കിലോഗ്രാമാണ് V3യുടെ വെയിറ്റ് വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടുത്തു പറഞ്ഞ മാറ്റം വന്നിട്ടുള്ളത് വണ്ടി ഡിസൈനിങ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് V3യുടെ മീറ്ററാണ്. നമ്മൾ നോർമലി കാണുന്നത് നമ്മളെ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മീറ്റർ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററാണ് നമുക്ക് V4ൽ കൊടുത്തിരിക്കുന്നത്. കണ്ടമാനം ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റങ്ങൾ, കളറിലായാലും എല്ലാം മാറ്റം വരും. പിന്നെ ഇതിൽ ഗിയർ ഇൻഡിക്കേഷൻസ് കാണാനെല്ലാം V3യിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നോർമലി ഉള്ള നമ്മുടെ ബാക്കിയുള്ള നോർമലുള്ള ഫ്യൂവലും ബാക്കി ABS ഇൻഡിക്കേഷൻസ് എല്ലാം കാണാൻ എല്ലാം ഇതിൽ കാണിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രജിത്ത് സൈനിങ് ഓഫ്. ബൈ.